നമ്മുടെ ഇന്നത്തെ പുതിയ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പദം എടുത്തിട്ടുണ്ട്, ചെറിയൊരെണ്ണമായിരുന്നു, അത് തീർന്നു. ഇത് നമുക്ക് പുതിയത് തുടങ്ങുകയാണ്. വളരെ ഈസിയായിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. കണ്ടു നോക്കൂ. നമസ്കാരം. നമുക്കൊന്ന് ഒരു പുതിയ പദം പഠിക്കാം. നമ്മുടെ നമസ്കാരം. അങ്ങോട്ടും ഇങ്ങോട്ടും 1 2 പുതിയ സ്റ്റെപ്പ് പറഞ്ഞുതരാം. പുതിയ സ്റ്റെപ്പാണ്, പക്ഷെ നമുക്ക് പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. പാട്ട് എപ്പോഴും പുതിയതായിരിക്കും, സ്റ്റെപ്സ് വലിയ പുതിയതൊന്നും ആയിരിക്കില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഈ സ്റ്റെപ്പാണ് 1 2 3 4 5 6 7 8. ശരിക്കും 4 സ്റ്റെപ്സ് ആണിത്. ഞാൻ 8 പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. വലത് കാലം 2 പ്രാവശ്യം ചവിട്ടുന്നു. 1 2 ഇടത് കാലം പുറകെ വെച്ചു 3 വലത് കാലം വീണ്ടും സൈഡ് വെച്ച് 4. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 4 1 2 3 4. അപ്പം നമ്മൾ 1 ചവിട്ടുമ്പോൾ ഒന്ന് താഴ്ന്നു 1 2 3 ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ് 2 മുട്ടും മടക്കി 4 നേരെ വെച്ച് വീണ്ടും 1 2 3 4. അപ്പം അങ്ങോട്ടോട്ട് ചരിവ് ഈ 3 ഇങ്ങനെ കാല് പുറകെ വെക്കുമ്പോൾ നമ്മളൊന്ന് 2 മുട്ടും മടക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ചരിഞ്ഞ് വെക്കണം. ഇവിടെ കിട്ടിയോ? ചെയ്ത് നോക്കട്ടെ. 1 2 3 അതാണ് 4 1 2 3 4. ഒന്നുകൂടെ 1 2 3 4 1 2 3 4. ഇത്രയുടെ സ്റ്റെപ്പ് നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ, അതൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കൈ തൊഴുത പോലെ ഒന്ന് വെച്ചിട്ടാ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ചെയ്ത് നോക്കാം. 1 2 3 4 1 2 2 പ്രാവശ്യം 1 2 3 4 1 2 3 4. ഒന്നുകൂടെ 1 2 3 4 1 2 3 4. ഒന്നുകൂടെ താഴ്ന്നേണം. 1 2 3 4 1 2 3 4. സംശയം വരുന്നു. 1 2 2 പ്രാവശ്യം കാലങ്ങൾ ചവിട്ടുന്നു. വലത് കാലം ഇടത് കാലം 2 പ്രാവശ്യം ചവിട്ടിയിട്ടാണ്. ഒരു പ്രാവശ്യം ചെയ്യാം. 1 2 3 4 1 2 3 4. ഇവിടെ 4 ആണ്. 4 വെച്ചില്ല. അപ്പൊ നമ്മൾ 3 4 നമ്മൾ സൈഡിലോട്ട് കാല് വയ്ക്കണം. ഒരു പ്രാവശ്യം കൂടെ 1 2 3 4. കറക്റ്റാണ്. 1 2 3 4. മനസ്സിലായല്ലോ? സംശയമില്ലല്ലോ? ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇത് തന്നെയാണ് അടുത്ത സ്റ്റെപ്പ്. ചെറിയൊരു വ്യത്യാസം വരുള്ളൂ. അത് നമ്മൾ 1 2 2 പ്രാവശ്യം നമ്മൾ ആദ്യം 2 പ്രാവശ്യം ചവിട്ടി. ഇത് നമ്മൾ ചവിട്ടുമ്പോൾ 1 2 3 4 1 2 3 4. അതായത് 1 നമ്മൾ ചെറുതായിട്ട് താഴ്ന്നു കൊടുത്തു. 2 2 കാലിന് മുട്ട് വീണ്ടും മടക്കി 3 വീണ്ടും താഴ്ന്ന് വീണ്ടും 2 കാലിന് മുട്ടും മടക്കി പുറകോട്ട് വയ്ക്കുക. വലത് കാല് വെച്ചു, ഇടത് കാലം പുറകോട്ട് വെച്ചു, 2 മുട്ടും മടക്കി വീണ്ടും വലത് ചവിട്ടി വീണ്ടും അടുത്തിട്ട് തിരിഞ്ഞു. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ 1 2 3 4. അങ്ങോട്ട് ചെയ്യണ പോലെ തന്നെ 1 2 3 4 1 2 3 4. 2 സൈഡ് നമുക്ക് താഴ്ന്നു ചെയ്യണം. നോക്കാം. 1 2 3 4 1 2 3 4. കുറച്ച് മുമ്പോട്ട് വന്നു. ചെയ്തോ. 1 2 3 4 1 2 3 4. ഒട്ടും സംശയമില്ലല്ലോ. എന്നിട്ട് മനസ്സിലായി. നമുക്ക് അതിന്റെ കൈ ആദ്യത്തെ കൈ നമ്മൾ പഠിച്ചു അല്ലേ? സ്റ്റെപ്പ് അതിന്റെ കൈ നമുക്ക് പഠിക്കാം. കൈ നമ്മൾ പുറത്ത് കൊടുത്തിട്ടാണ് 1 2 1 2. കണ്ടോ? 1 2 1 2. നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ഇതാണല്ലേ? 2 1 2 1 2 1 2. സ്റ്റെപ്പ് ഇതാണ്. കൈ നമ്മൾ വെറുതെ തൊഴുത് പിടിച്ചിട്ട് പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡും പോകും. ചെയ്ത് നോക്കാം.
1 2 1 2. ഇങ്ങോട്ട് 1 2 1. അപ്പോൾ നന്നായി താഴണം. 1 2 1 2 അങ്ങനെ താഴണം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഒന്നുകൂടെ അവിടെ എത്ര നേരം ശരിക്കും അവിടെ വേറെ സംശയം വന്നു. ഒന്നുകൂടെ 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഈ തേർഡ് സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായല്ലോ. നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ പഠിക്കാം അല്ലേ? ശരി, അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ തിരിഞ്ഞാണ് പോകുന്നത്, റൗണ്ട് ചെയ്ത് പോകാനാണ്. അപ്പോൾ നമുക്ക് കാല് എന്താ 1 2 3 4 1 2 3 4. അപ്പോൾ 3 4 നമ്മൾ ചെറുതായിട്ടൊന്ന് ചാഞ്ചാടി കൊടുക്കണം. ഒന്നും ചെറിയ താഴ്ന്ന് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. മനസ്സിലായോ? ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4. അതാണ് 1 2 3 4 1 2 3 4. അങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് വരികയാണ്. എൻ്റെ പറയുക വരണേ, ഞാൻ വരാം. എൻ്റെ പറയുക റെഡി. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ കൈ പറഞ്ഞു തരാം. ഇപ്പോൾ പഠിച്ച സ്റ്റെപ്സിൻ്റെ കൈ പറഞ്ഞു തരാം. കൈ വെറുതെ ഒന്ന് എഴുതുക. 1 2 3 4 1 2 3 4 1 2 3 4 1 2. അപ്പം നമ്മളൊന്നും ഇങ്ങനെ ചെറിയ ഭംഗിയുണ്ട് അവിടെ. 3 4 1 2 3 4 1 2 3 4 1 2 3 4. ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ചാഞ്ചാക്കി കൊടുക്കണം. 1 2 3 4 1 2 3 4. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. കൈ ഇങ്ങനെ എടുക്കണ്ട, ഇത്ര വരാൻ പാടില്ല. ഇതെന്താ 1 2 3 4 1 2 കണ്ട 1 2 3 4 1 2 3. ഏകദേശം നമ്മുടെ ഈ തമ്പ് ഏകദേശം ഇങ്ങനെ കണ്ട ഇങ്ങനെ വരുന്ന രീതിയിൽ എടുക്കണം. നോക്കാം. 1 2 കുറച്ച് കൊണ്ട് വരാം കൈ. 1 2 3 4 1 2. ദൂരെ വെക്കണം. കൈ കാണണം. കൈ അടുത്തല്ല, കൈ അകലെ വെക്കണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നമ്മുടെ കൈ നേരെ എഴുതാം. 1 2 കൈ നേരെ വരും. നമ്മൾ ചെരിഞ്ഞു കൊടുക്കണമെന്ന് എഴുതാം. 1 കണ്ട കൈ നേരെ നമ്മുടെ കണ്ടോ, നമ്മുടെ ബോഡിക്ക് നേരെ കൈ. പക്ഷെ നമ്മളൊന്ന് ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കും. പക്ഷെ കൈ അവിടെ തന്നെ നിൽക്കുന്നത്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. കൈ അവിടെ തന്നെ നിൽക്കും. നമ്മുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചെരിഞ്ഞു കൊടുക്കണം. എന്നോട് ചെയ്യാം. 1 2 3 4. അതാണ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. മനസ്സിലായോ നന്നായിട്ട്? അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം വളരെ സ്ലോയിൽ ചെയ്യുവാണ്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് സ്ലോയിൽ അടിച്ചു. ഇത് പക്ഷെ ഇത്തിരി ഫസ്റ്റ് ഇട്ടാണ്. 1 2 3 4 1 2 3 4 1 2 3 4 1. ഈ സ്പീഡിലാണ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1. ഇങ്ങനെ മുഷ്ടി പിടിക്കാതെ വെറുതെ ഇങ്ങനെ പിടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വെറും 3 4 1 2 3 4 1 2 3 4 1. ചാൻകാരി കൊടുക്കണം. 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ശരിയാണ്, പക്ഷെ ആ ഒരു ഇത് വന്നില്ല.
1 2 3 4 1 2 3 4 ചെറുതായിട്ട് 1 2 ഒന്ന് അടിക്കാം 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മളിന്ന് 3 സ്റ്റെപ്സ് എടുത്തു, അതിൻ്റെ കയ്യും എടുത്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് പാട്ടും കൂടി ചേർത്ത് വേണം ചെയ്യാനായിട്ട്. പഠിച്ചുകൊണ്ട് വരാം. റെഡിയാണ് കേട്ടോ? ശരി. നന്ദി, നമസ്കാരം. തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. കമൻറ്റ് ഇടണം എല്ലാവരും. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.